കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞ് കളഭാലങ്കാരം കഴിഞ്ഞ് നട തുറന്നു കേട്ടോ. അപ്പം എല്ലാവരും വരൂ, നമുക്ക് ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഇന്ന് നമ്മളെ കാത്തിരിക്കുന്നത് അനുഗ്രഹിക്കാനായിട്ട് നോക്കാനായിട്ട് നമുക്ക് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് മഞ്ജുളാലിൻ്റെ അവിടെ നിന്ന് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് മനസ്സിൽ സ്മരിച്ച് ആലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അങ്ങനെ ആ ഒരു വെങ്കല ശില്പം, ഗരുഡൻ്റെ വെങ്കല ശില്പം കണ്ട് അതിലൂടെ അങ്ങനെ ഒന്ന് നടന്നു വരാം. അങ്ങനെ വരുമ്പോൾ ആ വലത് സൈഡിലുള്ള ആ ഒരു കല്ല് കാണാം, കൽവിളക്ക്. അങ്ങനെ കണ്ട് അതിലൂടെ ഇങ്ങനെ വരുമ്പോൾ ഫസ്റ്റുള്ള ആ വലിയ ഗോപുരം കാണാം. ആ ഗോപുരത്തിലൊക്കെ നിറച്ച് ചിത്രപ്പണികളൊക്കെ നടത്തിയിട്ടുള്ളതൊക്കെ കണ്ട് നമ്മളിങ്ങനെ വന്ന് ആ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിലൂടെ വരുമ്പോൾ അവിടെ ആ ഒരു അത്തിമര ഗണപതി ക്ഷേത്രം കാണാം. അവിടെ വന്ന് ഗണപതിനെ ഒന്ന് മനസ്സിരുത്തി തൊഴാം. അതിൻ്റെ അവിടെ തന്നെ തൊഴിലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ചെറിയ കാഴ്ച കാണാനായിട്ടുള്ള അതൊക്കെ ഒന്ന് കണ്ടുവരാം. അങ്ങനെ വന്ന് മുന്നിലൂടെ തന്നെ ആ ഗോപുരവാതിൽ തുറന്ന് കിടക്കുന്ന അതിലൂടെ വന്ന് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു തിരക്കുകൾ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും ഒക്കെ അവധി ആണ്, അപ്പോൾ അതിൻ്റെ തിരക്കുകളായിരിക്കും. എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. തിക്കും തിരക്കും കൂടുതലില്ല. പിന്നെ പുതിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി ടോക്കൺ VIP ദർശനത്തിനുള്ള ടോക്കൺ വാങ്ങുന്ന ആളുകൾ അവരുടെ ഒരാളുടെ 5 ആളുണ്ടെങ്കിൽ 5 ആളിലെ ഒരാളുടെ ആധാർ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഗോപുര മാനേജരെ കണ്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആധാർ കയ്യിൽ വെക്കണം. പിന്നെ അവിടുത്തെ ആരാണോ നമുക്ക് ശുപാർശ ചെയ്യുന്നത് അവരുടെയും വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വരുന്ന ആളുകൾ എന്തായാലും നിർബന്ധമായിട്ടും ആധാർ കയ്യിൽ വെക്കണമെന്നാണ്. ആധാറിൻ്റെ ഒറിജിനൽ തന്നെ വേണമെന്നൊക്കെ പറയുന്നത് കാണാറുണ്ട്. നമുക്കെന്തായാലും തൊഴാനായിട്ട് പോവാം. അങ്ങനെ ആ വാതിൽപ്പടി കയറിയിട്ട് അകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ, ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഭഗവാന്റെ ആ ദിവ്യ ദർശനം നമുക്ക് ലഭിക്കുകയാണ്. ആ ശ്രീകോവിലിനുള്ളിലുള്ള ആ പ്രകാശധാര നമ്മളിലേക്ക് ഇങ്ങനെ എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സ് നിറഞ്ഞു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടി എന്നുള്ള ആ ഒരു പ്രതീക്ഷയായി. അങ്ങനെ ഇടതേ വശത്തുള്ള ആ മേൽപ്പത്തൂരിൻ്റെ ആ പീഠം കാണാം. ആ ചില്ലിൻ്റെ കൂട്ടിൽ അങ്ങനെ കെടാവിളക്കും കത്തുന്നുണ്ട്. അപ്പോൾ അവിടെ നോക്കിയിട്ട് അദ്ദേഹത്തെ ഒന്ന് സ്മരിക്കുക. വലതേ വശത്ത് ആദ്യത്തെ ആ തൂണ് കണ്ടാൽ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത ആ തൂണ് കാണാം, അതും കണ്ട് തൊഴാം. പിന്നെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ ഭഗവാന്റെ 2 കാൽപാദങ്ങൾ കാണാനുണ്ട്, കാൽവളകൾ കാണാനുണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ നല്ലൊരു മഞ്ഞ പട്ടൊക്കെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അരമണിക്ക് ഇങ്ങനെ ഞാഞ്ഞ് കിടക്കുന്നുണ്ട്. ആ തൊടയുടെ അവിടേക്ക് ഇങ്ങനെ സ്വർണത്തിൻ്റെ നൂലുകൾ ഇങ്ങനെ നല്ല രസമായിട്ടുള്ള ആ ഒരു കാഴ്ചയും കാണാനുണ്ട്. അങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു മുല്ലമുട്ട് മാല ഉണ്ട്, അതുപോലെ ഒരു വളയം പോലത്തെ മാല ഉണ്ട്, ഒരു പതക്കം പോലത്തെ മാല, അങ്ങനെ 3 മാലകളുണ്ട്. പിന്നെ ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. പിന്നെ കൈവളകൾ കാണാനുണ്ട്. അങ്ങനെ വലതേ കയ്യിൽ ഓടക്കുഴലിങ്ങനെ വെറുതെ പിടിച്ചിട്ടുണ്ട്. ഇടതേ കയ്യിൽ നോക്കിയാലോ ഇന്ന് ഗോവർദ്ധന ഗിരിധാരിയാണ് കേട്ടോ. നല്ല വലിയ ഗോവർദ്ധന പർവ്വതം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലിങ്ങനെ തുളസിയുടെ ആ തണ്ടുകളൊക്കെ ഇങ്ങനെ വെച്ച് മരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല രസമായിട്ടുള്ള വലിയ പർവ്വതം തന്നെയാണ്. അതിങ്ങനെ വളരെ സിമ്പിളായിട്ട് എടുത്ത് ആ ഒരു പിടിച്ചിങ്ങനെ ആ ഒരു നൃത്തമാണ്. ഞാൻ ഇത്ര വലിയ പർവ്വതത്തേക്ക് ചൂണ്ടുവിരലിൽ പിടിച്ച് നിർത്താൻ എനിക്ക് കഴിയും. അപ്പം നിങ്ങളെ ഏത് പ്രശ്നത്തെയും
പരിഹരിക്കാൻ എനിക്ക് കഴിയും, എല്ലാവർക്കും സുരക്ഷയേകാൻ കഴിയുന്നതാണ് ഞാൻ തന്നെ എന്ന് ഉള്ള അത് നമ്മളെ ബോധിപ്പിക്കാനായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ്, നമ്മളെ കാഴ്ച കാണിക്കാനായിട്ടാണ്. എല്ലാം മായയാണെങ്കിൽ കൂടി ആ മായയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ ഭഗവാൻ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഗോവർദ്ധനഗിരിധാരിയായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ് എന്നുള്ളത്. പിന്നെ ആ പീലി തിരുമുടി ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്, തിരുമുടി ഇങ്ങനെ ചൂടിയിട്ടുണ്ട്, 2 തിരുമുടി മാലകളുണ്ട്. വെളുത്ത പൂവും തുളസിയും തെച്ചിയായിട്ടുള്ളതാണ്, അതേപോലെ തന്നെയാണ് 2 പിന്നെ ഉണ്ടമാല, വലിയ ഉണ്ടമാലകളുണ്ട്. ആ വെളുത്ത പൂവ് തുളസി ആയിട്ടുള്ള ഒരെണ്ണം, പിന്നെ വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ള ഒരെണ്ണം, അങ്ങനെ 2 നല്ല രസമായിട്ടുള്ള കാഴ്ചകളാണ്. തോൾവളകൾ കാണാണ്ട്, ഗോപീതിലകം വെച്ചിട്ടുണ്ട്. നല്ല ഒരു പുഞ്ചിരിച്ച മുഖത്തോട് കൂടിയിട്ടാണ് ഭഗവാൻ ഇന്ന് ശ്രീലകത്ത് ഗോവർദ്ധനഗിരി ധാരിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചോളൂ. നമ്മളിപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയും കൊണ്ട് ആ ഒരു സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണ് എന്ന് അങ്ങോട്ട് മനസ്സിൽ വിചാരിച്ച് തൊഴുതോളൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കി നമ്മൾ കാണുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് എന്ന് വിചാരിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ അവിടുന്ന് നമ്മൾ പതുക്കെ ഇറങ്ങി ആദ്യം കാണുന്ന ആ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കിയിട്ടൊന്ന് തൊഴുതു. പിന്നീട് സപ്ത മാതാക്കളെ തൊഴുതു. അതിൻ്റെ മുൻപ് തന്നെ ആ തിടപ്പള്ളി നോക്കിയിട്ടൊന്ന് തൊഴുക. പിന്നെ ചുവരിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആലിലക്കണ്ണനെ കാണാം. പച്ച കളറിൽ ആലിലയിൽ ഇങ്ങനെ ഇരിക്കുന്ന ആ ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത്, സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ ആ വിഘ്നേശ്വരൻ്റെ അടുത്ത് വരിക. വിഘ്നേശ്വരൻ്റെ അടുത്ത് വരുമ്പോൾ ഒന്ന് കളപച്ചാർത്തൊക്കെ ആയിട്ടുണ്ട്. നല്ല രസമായ കൊമ്പും തുമ്പി കൈയൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് നല്ല രസമായിട്ട് തന്നെ ഉണ്ട്. ധാരാളം പൂക്കളുണ്ട്. സ്വർണത്തിൻ്റെ ഗോപി വെച്ചിട്ടുണ്ട്, വലിയ വട്ടത്തിലുള്ള പൊട്ടുകൾ പോലെ. നല്ല രസമായിട്ട് കാഴ്ച. അപ്പം എല്ലാവരും ആ കണ്ട് തൊഴുതോളൂ കേട്ടോ. വിഘ്നേശ്വരനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞാൽ സരസ്വതി അറയിലേക്ക് നോക്കിയാൽ സരസ്വതി ദേവിയുടെ ഫോട്ടോ കാണാം. ആ കെടാവിളക്കും കത്തി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ രണ്ടും കണ്ട് പ്രാർത്ഥിച്ചോളൂ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെയും വിഘ്നേശ്വരനെയൊക്കെ കണ്ട് തൊഴുത് ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണപതിയെ കാണാം. ഒന്നുകൂടി തൊട്ട് തലോടിയിട്ട് വരാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴാം. പിന്നെ ആ മേൽശാന്തിൽ അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. ഒക്കെ വാങ്ങിയിട്ട് തൊടാം. പിന്നീട് ആ വാമനാവതാരം കാണാം. അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ അവതാരം കാണാം. പിന്നെ ആ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ട് തൊഴാം. പിന്നെ അനന്തപത്മനാഭസ്വാമിയുടെ അടുത്ത് വരിക. അനന്തപത്മനാഭസ്വാമിയുടെ അടുത്ത് വന്നാലോ അന്ന് ധാരാളം മാലകളുണ്ട്. നല്ല വലിയൊരു താമരമാല ഇങ്ങനെ മഹാവിഷ്ണുവിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ധാരാളം തുളസിമാലകൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. അതിനുശേഷം നേരെ ഇങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ടു തൊഴാം. അങ്ങനെ ആ കണ്ണനെയും മുരുകനെയൊക്കെ കണ്ടു തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒന്നൊരു വെറ്റിലമാലയുണ്ട്, കുറച്ച് കുങ്കുമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാഗ്മടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിച്ച് ആ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് അവിടെ നിന്ന് നല്ലൊരു മാല ഉണ്ട് കേട്ടോ. വെളുത്ത പൂവും തുളസിയൊക്കെ ആയിട്ടുള്ള ചാർത്തിയിട്ടുണ്ട്.
പിന്നെ ഓവിൻ്റെ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാം. അതിനുശേഷം ഓവിൻ്റെ അവിടെ നിന്ന് കുറച്ച് പടിഞ്ഞാട്ട് ഇങ്ങനെ നീങ്ങിയാൽ നമ്മുടെ താമരക്കണ്ണനെ കണ്ടു തൊഴാം. അതുപോലെ കിഴക്ക് വശത്തേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഗ്രില്ല് കാണാം. ഗ്രില്ലിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ മണിക്കിണർ കണ്ടു തൊഴാം. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് ആ കിടാവിളക്ക് കാണാം. ആ ഒരു നൃത്താറയിലേക്ക് നോക്കിയാൽ ആ നൃത്തം ചെയ്യുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപം നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഏത് രൂപത്തിലാണോ മനസ്സിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിൽ നമുക്ക് ദർശനം നൽകുന്ന ആ പൊന്നുണ്ണിക്കണ്ണനാണ്. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് പിന്നീട് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലേക്ക് ഇങ്ങനെ വരുമ്പോൾ കുറൂരമ്മേരെയും നാരദരെയും അതുപോലെ അനന്തൻ്റെ ആ ഒരു സംരക്ഷണത്തിൽ ഉണ്ണിയെ കൊണ്ടുപോകുന്ന വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിലൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. പിന്നീട് നമ്മൾ വരുന്നത് ഇടത്തരകത്തുകാവിലെ ഭഗവതീനെ കാണാനാണ്. ഭഗവതീനെ കാണാം. അവിടെ ഇങ്ങനെ കുറേശ്ശെ തിരക്കുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്കിങ്ങനെ പോയിട്ട് ആ ഭഗവതിയുടെ അടുത്ത് വരിക. ഭഗവതിയുടെ അടുത്ത് വരുമ്പോൾ നല്ല രസമായിട്ട് അലങ്കാരമായിട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്, ഗോളക വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നിറയെ പൂക്കളുണ്ട്. മുകളിലും പൂക്കളുകൊണ്ട് ഇങ്ങനെ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. ധാരാളം അർച്ചന കഴിഞ്ഞിട്ടുണ്ട്. അർച്ചന പ്രസാദങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പൂക്കളിങ്ങനെ നല്ല രസമായിട്ട് ചുവന്ന തെച്ചിപ്പൂക്കൾ തന്നെ കണ്ണ് മിഴിച്ച് നിൽക്കുകയാണ്. നല്ല രസമായിട്ട് അങ്ങനെ നോക്കിയാൽ ഭഗവതി കണ്ണ് മിഴിച്ച് നമ്മളെ നോക്കുന്ന പോലെ നല്ലൊരു അലങ്കാരം. അപ്പം എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് ആ കോർണറിലേക്ക് എത്തുമ്പോൾ ഒന്ന് തിരിഞ്ഞ് നിന്നാൽ മമ്മിയൂരപ്പൻ്റെ ഫോട്ടോ കാണാം. അങ്ങനെ ആ ഫോട്ടോ കാണുമ്പോൾ അവിടേക്ക് ഇങ്ങനെ നോക്കുക. അങ്ങനെ നോക്കിയിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. എന്നിട്ട് മമ്മിയൂരപ്പനെ മനസ്സിലിങ്ങനെ സ്മരിക്കുക. അപ്പോൾ നമ്മൾ അവിടുന്ന് 1/2 കിലോമീറ്റർ പോകാണ്ടെങ്കിൽ കൂടി നമ്മുടെ മനസ്സ് അതുവറ്റം സഞ്ചരിച്ച് ആ മമ്മിയൂർ ക്ഷേത്രത്തിൽ പോയി ദർശനം ലഭിച്ച ആ ഒരു പ്രതീതി നമുക്കുണ്ടാവും. അങ്ങനെ അവിടുന്ന് വരുമ്പോൾ ആ കൊടിമരത്തിൻ്റെ അവിടേക്ക് നോക്കുക. എന്നിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ ആൾരൂപ വഴിപാടൊക്കെ കാണാം. കുട്ടികൾ മഞ്ചാടി പെറുക്കി കളിക്കുന്നത് കാണാം. അതേപോലെ നെയ്വിളക്ക് ഷീട്ടാക്കുക എന്ന് പറഞ്ഞാൽ നെയ്വിളക്ക് കൊടുന്നിട്ട് കത്തിക്കുന്ന ആ കാഴ്ച കാണാം. അതൊക്കെ കണ്ട് നമ്മൾ നേരെ ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് എത്തിയാൽ ഒരിക്കൽ കൂടി നമ്മളെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. അപ്പോൾ ആ ഭഗവാൻ നമ്മളെ ഇങ്ങനെ കാത്തിക്കുക. ഒന്നുകൂടി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഭക്തനെ അനുഗ്രഹിക്കാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കണം. അപ്പോൾ അത് കണ്ട മനസ്സ് നിറഞ്ഞ് അദ്ദേഹത്തെ തൊഴുത് പ്രാർത്ഥിച്ച് നമുക്ക് ഒന്നുകൂടി കാണാം. പിന്നീട് കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് വരിക. കൂത്തമ്പലത്തിലും അത് ആ കിടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും വന്ന് പ്രാർത്ഥിക്കുക. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്നിട്ട് അവിടെ ഇന്ന് ഗോളക ഇറക്കിയെന്നാണ്. അപ്പോൾ അങ്ങനെ അതും കണ്ട് തൊഴാം. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ അയ്യപ്പസ്വാമീന്. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ സ്തുഭ്യം നമോ നമ. അപ്പോൾ ആ ഭൂതനാഥനെയും കണ്ട് തൊഴുത് നേരെ നമ്മൾ അവിടുന്ന് പോരുക. അങ്ങനെ പടിഞ്ഞാറ് വശത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ആ ദീപസ്തംഭം കാണാം. ദീപസ്തംഭത്തിൻ്റെ ആ മുകളിലുള്ള ഉണ്ണിക്കണ്ണനെ കണ്ട് ആ വേണുഗോപാല സ്വരൂപം കണ്ട് തൊഴാം. അങ്ങനെ വേണുഗോപാല സ്വരൂപം കണ്ട് കുറച്ച് പിന്നാക്കം നിന്നാൽ നേരെ ആ കൊടിമരം കണ്ട് നോക്കാം. കൊടിമരം കണ്ട് നോക്കിയിട്ട് അപ്പോൾ ആ ഗരുഡധ്വജനെ കണ്ട് തൊഴാം. അപ്പോൾ കണ്ട് തൊഴുക. അതിനുശേഷം നമ്മൾ പടിഞ്ഞാറ നടയിലൂടെ പുറത്തേക്ക് വന്ന് പുറത്തേക്ക് വന്നാൽ നേരെ നമുക്കിനി രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യണം. അതിനായിട്ടുള്ള ആ പോക്കാണ്. അപ്പോൾ അന്നലക്ഷ്മി ഹാളിൻ്റെ അതിലൂടെ അങ്ങനെ വരുമ്പോൾ രുദ്രതീർത്ഥക്കുളം കാണാം. കണ്ടിട്ട് അവിടെ നോക്കി പ്രദക്ഷിണം ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാം. അങ്ങനെ വരുമ്പോൾ ഇന്ന് കുറച്ച് തിരക്കുണ്ട് ഊണ് കഴിക്കാനുള്ള പ്രസാദ ഊട്ടിന്. അപ്പോൾ അവിടെ കണ്ട് അതിലൂടെ അങ്ങനെ വരുമ്പോൾ നാരായണാലയം ദൂരെ നിന്നേ കാണാം.
അങ്ങനെ അവിടെ പോയി ആ പൂന്താനം പൂജിച്ച ആ വിഗ്രഹമൊക്കെ കാണാം. എന്നാൽ അവിടെ ഭജനയൊക്കെ ഉണ്ടാവാറുണ്ട് സാധാരണ, എന്നാലും ഇന്ന് കൂടുതൽ ആളുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് നമുക്ക് നേരെ വരുമ്പോൾ ഭഗവതിയുടെ അവിടെ വന്നിട്ട് ഒന്നുകൂടി ഭഗവതീനെ പ്രണമിക്കാം. പിന്നീട് നമ്മൾ നേരെ ദീപസ്തംഭത്തിൻ്റെ അവിടെ, വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് എത്തി നോക്കാം. അങ്ങനെ ഒരു വട്ടം കൂടി നമുക്ക് ഭഗവത് ദർശനം ലഭിക്കും. അവിടുന്ന് നമുക്ക് തെക്കേ നടയിലുള്ള കൂവളത്തെ കാണാം. അങ്ങനെ ആ കൂവളത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. കൂവളത്തിൻ്റെ അവിടേക്ക് വന്നിട്ട് ആ മഹാദേവനെ അതേപോലെ സരസ്വതി ദേവീനെയും കണ്ട് പ്രാർത്ഥിക്കുക. എന്നിട്ടൊന്ന് പ്രദക്ഷിണം ചെയ്യുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്താൽ മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയൊക്കെ അനുഗ്രഹം നമുക്ക് ലഭിക്കും. ആ കൂവളത്തിനെ നമ്മൾ പ്രദക്ഷിണം ചെയ്തു. അതിനുശേഷം നമ്മൾ ഇന്നത്തെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ നമ്മൾ വളരെ വൃത്തിയായിട്ട് കണ്ടു, തൊഴുതു. ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. എല്ലാവർക്കും അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.